കോഴിക്കോട് സ്റ്റൈലുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ദം ബിരിയാണി ആക്കുക അങ്ങനെ എണ്ണങ്ങനൊക്കെ അപ്പോൾ ഈ ഒരു കോഴിക്കോട് സ്റ്റൈൽ ബിരിയാണി ചൊന്നി അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി പിന്നെ ഇതാക്കും ഈസി അപ്പോൾ 1,200 ചിക്കൻ എടുത്തത് ಅದಕ್ಕೆ നീരുള്ളി ടൊമാറ്റോ ഇഞ്ചി വെള്ളുള്ളി പച്ചമുളക് അതേപോലെ കൊത്തമ്പരി ചപ്പ് പുതിന ലെമൺ ജ്യൂസ് പിന്നെ തൈര് പിന്നെ മസാല പൗഡർ ആയിട്ട് ഞങ്ങൾ ഇതിക്ക് മഞ്ഞളുടെ പൊടി അതേപോലെ ഗരം മസാല നല്ല മുളകുടെ പൊടി പിന്നെ അതിൽ പച്ചപ്പൊടിച്ചപ്പ് പൊടിച്ചത് അതേപോലെ ബിരിയാണി മസാല അതും ഇട്ടിട്ട് ഞങ്ങൾ ഇതിക്ക് പിന്നെ ഇതിൽ കോക്കനട്ട് ഓയിലും വെത്തി കൊടുക്കുന്നു അപ്പോൾ ഇത് തേങ്ങനെല്ലാം ആക്കുമ്പോൾ നല്ല ടേസ്റ്റോടെ അതല്ലെങ്കിൽ വേറെ ഓയിൽ എടുക്കണമെങ്കിൽ അതിൽ പിന്നെ ടേസ്റ്റ് പിന്നെ എത്ര ഉപ്പ് ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് 1 ഗಂಟೆ ഇത് റെസ്റ്റ് ഉപയോഗിക്കണം അതിൽ പിന്നെ ഇതാ സാധാരണ ഇങ്ങനെ ചിക്കൻ എല്ലാം വേപ്പാട്ടി എടുക്കുക അതുപോലെ നല്ല കുക്കാക്കി എടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് കൊടുക്കണം തന്നെ എന്ത് ബീത്തണ്ട ചിക്കൻ എല്ലാം നല്ല വെന്തിട്ട് വരട്ട് അപ്പോൾ മസാല എല്ലാം റെഡി ആയി പിന്നെ ഞങ്ങൾ ഇതിക്ക് നെയ്ച്ചോറാക്കിയിട്ട് ദം ഇട്ടും കഴിത്ത് അപ്പോൾ നെയ്ച്ചോറാക്കും അങ്ങനെ ഇത് ചെറിയ അരിയിലാക്കണം ഞങ്ങൾ കൈമ റൈസ് അതുപോലെ ജീരകശാല ചൊല്ല ആ ഒരു റൈസിലാക്കണം അപ്പം ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നെയ്ച്ചോറാക്കുമ്പോൾ ചുമ ഓവറായിട്ട് വേവ് തീരാ അപ്പോൾ സാധാരണ ഇങ്ങനെ ദം ഇട്ടാൽ അതുപോലെ കാഷ്യൂ ദ്രാക്ഷി അതേപോലെ അതെല്ലാം ഇട്ടിട്ട് അതിപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല ഞാനിപ്പോൾ ഇത് നീരുള്ളി അതേപോലെ ഫ്രൈ ആക്കി നീരുള്ളി കൊത്തമ്പരി ചപ്പ് പുതിന അതിൽ ക്യാരറ്റ് നെയ്യ് മേൽക്കത്തിൽ ഗരം മസാല എല്ലാം ഇട്ട് നല്ല ടൈറ്റായിട്ട് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 1/2 ഗಂಟೆ അതില്ലെങ്കിൽ ഒരു 3/4 ഗಂಟೆ ദമ്മാക്കി എടുത്തെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടില്ല ഞങ്ങളെ കോഴിക്കോട് സ്റ്റൈലിലുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിട്ടിരിക്കുക ഇതിൽ ഫുൾ ഡീറ്റെയിൽ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ടോ അത് വേണ്ടിട്ടായി നോക്കൂ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിട്ടിരിക്കുക നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്കൂ